ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഡിവൈൻ പ്രൊഫറ്റ് ടാരോട്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് നമുക്ക് നോക്കിയാലോ? നിങ്ങൾ എന്ത് എനർജിയിലാണെന്നും എന്തൊക്കെ ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, കളക്റ്റീവ് റീഡിംഗ് ആണ്. റെസൊനേറ്റ് ചെയ്യുന്നവരെടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക കേട്ടോ. ഓക്കെ, നിങ്ങൾ ഇതുവരെ എത്തുന്നുള്ള സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകട്ടോ. നോക്കാം എന്താണ് ഇന്നത്തെ ഗൈഡൻസ്. പോസിറ്റീവ് ആയിട്ടിരിക്കണേ. അതുപോലെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയട്ടോ. നോക്കാം. നോക്കാം. Four of Cups, Page of Cups, Two Pentacles, Two of Wands, Six of Swords, Ace of Pentacles, ബോട്ടം 5 ഓഫ് വാണ്ട്സ് ആണ്. റീഡിങ്ങിലേക്ക് പോകാം. വന്നിരിക്കുന്ന കാർഡുകൾ ഫോർ ഓഫ് കപ്സ്, പേജ് ഓഫ് കപ്സ്, ടു ഓഫ് പെൻഡക്കിൾസ്, ടു ഓഫ് വാണ്ട്സ്, സിക്സ് ഓഫ് സോർഡ്സ്, ഏസ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് 5 ഓഫ് വാണ്ട്സ് ആണ് ബോട്ടം. ഓക്കെ, അപ്പോൾ കറണ്ട് പോയിട്ടോ, അതാണേ. അപ്പോൾ ഇവിടെ 4 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇന്ന് നിങ്ങൾ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യണം എന്നുള്ളതാണ്. നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക, മാക്സിമം പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങളിൽ നിന്നും വിട്ടുപോയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് നഷ്ടമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഇനിയും വിഷമിച്ച് ഇരിക്കരുത് എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ജോബായിരിക്കാം. നിങ്ങൾക്ക് എന്തായാലും ഒരു നഷ്ടം സംഭവിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ വിഷമത്തിൽ ഇരിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് ഓഫേഴ്സൊക്കെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളത് മാനസികമായിട്ട് അതിനു വേണ്ടി പൊരുത്തപ്പെടുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു ഓഫർ വന്നിട്ടുണ്ട് ഇപ്പോഴും. പക്ഷേ നിങ്ങൾ ആ ഒരു നഷ്ടത്തെക്കുറിച്ച് മാത്രമാണ് ആലോചിക്കുന്നത്. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിച്ചത്, എനിക്ക് ഇങ്ങനെയാണല്ലോ വന്നത്, ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള നഷ്ടങ്ങളെക്കുറിച്ച് മാത്രം, അതിലേക്ക് മാത്രം നിങ്ങൾ ഫോക്കസ്ഡ് ആവുന്നു, ഒറ്റപ്പെട്ട പോലെ നിൽക്കുന്നു എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വന്നിട്ടുള്ള അവസരത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു വ്യക്തി ഒരു സഹായവുമായിട്ട് നിങ്ങൾക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവരിൽ നിന്നും ഒരു ഓഫർ കിട്ടാനുള്ളൊരു സാധ്യത ഉണ്ട്. ചിലർക്ക് ഇവിടെ പേജ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് പറയുന്നത്. അപ്പോൾ ചിലർക്ക് ഇവിടെ ഇന്നത്തെ ദിവസം ഒരു ഈ പറഞ്ഞ പോലെ ജോബിലായിരിക്കാം ഒരു ഓഫർ കിട്ടുന്നത്, ഒരു ജോബ് ഓഫർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്നുള്ള ഒരു മാരേജ് പ്രപ്പോസൽ, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഇഷ്ടം ഷെയർ ചെയ്യുക, അങ്ങനെ ഒരു കപ്പ് ഓഫ് ലവ് ആയിരിക്കാം ഷെയർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ചിലർക്ക് ഇവിടെ ഈ വരുന്ന ഒരു അവസരം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻഡ്യൂഷനുമായിട്ട് കണക്റ്റ് ആവാനുള്ളൊരു സമയമാണ് എന്നുള്ളതാണ്. ആ ഒരു ഇൻഡ്യൂഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾക്ക് വരുന്ന കാര്യങ്ങളൊക്കെ ഇൻഡ്യൂഷനിലൂടെ നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് കാണിച്ചു തരുന്നു എന്നുള്ളതാണ്. ചിലർക്ക് ഇവിടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ്, പുതിയ ഐഡിയാസൊക്കെ വരുന്ന ഒരു സമയമാണ്. അങ്ങനെ ഒരു ഓഫറായിരിക്കാം നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് തരുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ഗിഫ്റ്റൊക്കെ കിട്ടാനും ഒക്കെയുള്ളൊരു ചാൻസ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ നിങ്ങളിലേക്ക് വരുന്ന ഈ ഒരു നിങ്ങൾക്കൊരു വ്യക്തിയിൽ നിന്നും ഓഫർ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ചിലപ്പോൾ മുമ്പ് നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുള്ള വ്യക്തിയിൽ നിന്നും അവരുടെയും നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അവിടെ നിന്ന് ചിലപ്പോൾ ഒരു വ്യക്തി വീണ്ടും റീകണക്റ്റ് ആവുന്നതായിരിക്കും, അല്ലെങ്കിൽ പുതിയൊരു വ്യക്തിയായിരിക്കാം. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഓഫറുമായിട്ട് വരുന്ന വ്യക്തി കുറച്ചൊരു യങ്ങർ എനർജിയാണ് എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളെക്കാട്ടും പ്രായം കുറഞ്ഞവരായിരിക്കാം, അല്ലെങ്കിൽ അതായത് പ്രായത്തിൽ ആള് നിങ്ങളെക്കാട്ടിലും മുതിർന്നതായിരിക്കാം. പക്ഷെ ആ ഒരു വ്യക്തി വളരെയധികം യങ്ങറായിട്ട്, അല്ലെങ്കിൽ ഒരു കൂടുതൽ റൊമാൻറ്റിക് ആയിട്ട്, ചിന്തകളൊക്കെ ആ ഒരു യങ്ങർ ഏജിലുള്ള വ്യക്തികളുടേതായിരിക്കാം. ഒരു മെച്യൂരിറ്റി അധികമില്ലാത്ത ഒരു എനർജി ആയിരിക്കാനുള്ളൊരു സാധ്യത കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. എന്തായാലും നിങ്ങളുടെ ഇൻഡ്യൂഷനിൽ നിന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു മാനസിക സംഘർഷങ്ങളൊക്കെ മാറ്റി വെക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വരുന്നതിനെ മനസ്സിലാക്കുക.
ഓക്കെ. ഇവിടെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം മൾട്ടിപ്പിൾ പ്രയോറിറ്റീസ് ആണ് എന്നുള്ളതാണ്. ഒന്നിലധികം കാര്യങ്ങളിലേക്ക് പ്രയോറിറ്റൈസ് ആവുന്നു. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒരു സമയം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിക്കും, അടുത്ത സമയം തന്നെ നിങ്ങൾ വേണ്ടാന്ന് വിചാരിക്കും. അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ എന്നുള്ളതാണ്. അത് ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയോടൊപ്പം തന്നെ നിങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ജോലി ചെയ്യേണ്ടതായിട്ടുണ്ടാകും, അതേ സമയം തന്നെ പണം കിട്ടുന്ന കാര്യം തന്നെയായിരിക്കാം. പക്ഷേ അതിനെ നിങ്ങൾക്ക് ചിലപ്പോൾ ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് പോലെയാണ്. അതായത് ജോലിയുടെ കൂടെ തന്നെ ഇതും കൂടെ എക്സ്ട്രാ വർക്കായിട്ട് നിങ്ങൾക്ക് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ആകെ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ നിൽക്കുകയാണ് എന്നുള്ളതാണ്. അതും ചെയ്യണമല്ലോ ഇതും ചെയ്യണമല്ലോ എന്നുള്ള വിഷമത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആ ഒരു കറക്റ്റായിട്ടുള്ള രീതിയിൽ പ്ലാനൊക്കെ ചെയ്ത് വ്യക്തമായിട്ടുള്ള രീതിയിൽ പ്ലാനിങ് കൊണ്ടുവന്നിട്ട് അതിനെ മാനേജ് ചെയ്ത് പോകണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, നമ്മളിപ്പോൾ എപ്പോഴും ഇങ്ങനെ ബാലൻസ്ഡ് അല്ലാതെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വീഴും അല്ലേ. ഒന്നുകിൽ നിങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങളായിരിക്കാം വീഴുന്നത്, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം വീഴുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ആ ഒരു ഇൻബാലൻസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉള്ള ഫിനാൻഷ്യൽ അവസരങ്ങൾക്കും അല്ലെങ്കിൽ ഫിനാൻഷ്യലി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വരും എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളതിനെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോവുക. എന്നിട്ട് നിങ്ങളൊരു ബാലൻസിൽ നിൽക്കുക എന്നുള്ളതാണ്. കാരണം ഇത് നിങ്ങൾക്ക് ഒരുപാട് നാളത്തേക്ക് കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ജോലിയുടെ കൂടെ തന്നെ മറ്റു കാര്യങ്ങളും ചെയ്യുന്നവരാണെങ്കിൽ ഇന്നത്തെ ദിവസം അത് ബാലൻസ്ഡ് ആക്കി വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളായാലും നിങ്ങൾ എല്ലാത്തിനെയും ഒരു ഒന്നിലധികം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ പേയ്മെൻറ്റ്സ് ആയാലും ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ പ്ലാനിങ് തയ്യാറാക്കിക്കൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ലോൺ പേയ്മെൻറ്റ് ഉണ്ടാവും, അല്ലാണ്ട് EMI പേയ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മാറ്റി വെക്കാനുള്ള പണം ഉണ്ടാവണമെന്നില്ല. പക്ഷേ അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്താൽ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. ഓക്കെ. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലായാലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയുടേതായിട്ടുള്ള തിരക്കുകളുണ്ടാവും, മറ്റ് കാര്യങ്ങളുണ്ടാവും. അതിനോടൊപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും കൊണ്ടുപോകാൻ നിങ്ങളിങ്ങനെ പ്രയാസപ്പെടുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ബാലൻസ്ഡ് ആക്കുക. 2 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. അപ്പോൾ 2 ഓഫ് വാൺസ് ഇവിടെ പറയുന്നത് നിങ്ങൾ ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പുള്ള വ്യക്തിയെ ചിലപ്പോൾ നിങ്ങളിന്ന് ഓൺലൈനിൽ കൂടുതൽ അവരുടെ സ്റ്റാറ്റസ് നോക്കുക, അല്ലെങ്കിൽ അവരുള്ള സോഷ്യൽ മീഡിയാസിലൊക്കെ അവരെക്കുറിച്ച് അന്വേഷിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരോട് അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാകും എന്നുള്ളതാണ് ഇവിടെ. കുറേ പേരുടെ എനർജി അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. ചിലരിവിടെ നിങ്ങളുടെ ജോലിക്ക് വേണ്ടിയിട്ട്, അതായത് ഒരു ജോബ് ഓഫറൊക്കെ കിട്ടിയിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ച്, അതിൻ്റെ ഫർദറായിട്ടുള്ള പ്ലാനിങ്ങും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുക, അതിൻ്റെ ടിക്കറ്റ്സ് പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ താമസ സൗകര്യം, പുതിയൊരു വീടിന് വേണ്ടിയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുക. ഇതൊക്കെയാണ് കാണുന്നത്. ചിലർക്ക് വീട് വിട്ട് നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ചില കോഴ്സൊക്കെ ചെയ്യാനൊക്കെ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലായിരിക്കണം എന്നുള്ളതാണ്. എന്തായാലും കുറേ പേരുടെ ഓൺലൈനിൽ സെർച്ചിങ് ആണ് എന്നുള്ളതാണ്. നിങ്ങളുടെ പുതിയ അവസരങ്ങളെക്കുറിച്ചായിരിക്കാം നിങ്ങൾ കൂടുതലായിട്ട് സെർച്ച് ചെയ്യുന്നു. അതുപോലെ നിങ്ങൾ ഇന്നത്തെ ദിവസം ഒരു തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഒന്നിലധികം ചോയ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൊന്ന് ഇന്ന് തീരുമാനിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ നിങ്ങൾ തയ്യാറാവുന്നു എന്നുള്ളതാണ്. ആദ്യം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും, എന്ത് വേണം, ഇത് ചെയ്താൽ ശരിയാവും എന്നുള്ള രീതിയിൽ കൺഫ്യൂസ്ഡ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിലും ഉള്ളവർ തന്നെ നിങ്ങൾക്കെതിരെ നിൽക്കുകയും അല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നുള്ള മാനസികമായിട്ടുള്ള നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയൊക്കെ ചെയ്തതായിരിക്കാം. പക്ഷെ അവിടെ ഇന്നത്തെ ദിവസം ഒരു തീരുമാനം എടുത്ത് നിങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അതുപോലെ ചിലർക്ക് ഇവിടെ നിങ്ങളുടെ മാരേജ് ഒക്കെ ശരിയാവുന്നുണ്ടെങ്കിൽ ദൂര സ്ഥലങ്ങളിൽ നിന്നാണ് നിങ്ങൾക്ക് ആ ഒരു മാരേജ് പ്രപ്പോസൽ വരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മാരേജ് ശരിയാവുന്ന നിങ്ങളുടെ പാർട്ട്ണറെ കണ്ടെത്താൻ വേണ്ടി പറ്റുക എന്നുള്ളതും കൂടിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് വിശാലമായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് വിസ്തൃതിയിലുള്ള അത്രയും വലിയ രീതിയിലുള്ള സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ ആണ് ഉള്ളത് എന്നുള്ളതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ചിന്തകളെ അല്ലെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ മാറ്റണം എന്നുള്ളതാണ്. നിങ്ങൾ ഇനിയും ഒതുങ്ങി നിൽക്കേണ്ടവരല്ല. വലിയ രീതിയിൽ കാര്യങ്ങളെ കാണാനും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്ലാനിങ്ങുകളൊക്കെ നടത്താനും പഠിക്കണം. എപ്പോഴും കംഫർട്ട് സോണിൽ ഇങ്ങനെ നിന്നാൽ പോരാ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഉയർന്ന രീതിയിൽ ചിന്തിക്കണം. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ നഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചായിരിക്കും നിങ്ങൾ
ആ ഒരു ചിന്ത. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ നഷ്ടപ്പെട്ടതൊക്കെ അതൊന്നും നിങ്ങൾക്ക് വേണ്ടാത്തതാണ്, അതൊക്കെ ചെറുതാണ്. അതിലും എത്രയോ വലിയ കാര്യങ്ങളാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് കരുതി വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഫോക്കസ്ഡ് ആവൂ എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. 6 ഓഫ് സോർഡ്സിന്റെ എനർജിയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ചിലർക്ക് ആ ഒരു സമാധാനത്തിലേക്കുള്ള ഒരു യാത്രയാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങുന്നു കുറേ പേരൊക്കെ എന്നുള്ളതാണ്. അത് മാനസികമായിട്ട് നിങ്ങൾ ആ ഒരു ചിന്തകളിൽ മാറ്റം വരുത്തുന്നതായിരിക്കാം, നിങ്ങളുടെ ആശയങ്ങളിൽ മാറ്റം വരുത്തുന്നതായിരിക്കാം. ചിലരിവിടെ നിങ്ങളൊരു കടബാധ്യത മൂലം നിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കാം, വീട് മാറുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇഷ്ടമില്ലാത്ത ജോലിയിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കാം. ചിലർക്ക് ഇവിടെ ഒരു ഡൈവേഴ്സ് സംബന്ധമായിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഉണ്ടായിട്ടുള്ള വിഷമങ്ങളോടുകൂടി തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പക്ഷേ നിങ്ങൾ സമാധാനം തേടിയാണ് പോകുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഒരു യാത്ര നിങ്ങൾക്ക് വരുന്നുണ്ട്. ചിലർക്ക് കടൽ കടന്നിട്ടുള്ള ഒരു യാത്രയാണ്. ചിലർക്ക് ആ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. അവിടെ ഇത്രയും നാൾ സംഘർഷഭരിതമായിട്ടുള്ള ഒരു മനസ്സിലൂടെ മാനസികാവസ്ഥയിലൂടെ ആയിരിക്കും കടന്നു വരുന്നുണ്ടാവുക. ഇനി സമാധാനത്തിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ് കേട്ടോ. ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് പുതിയ തുടക്കങ്ങൾ ഉണ്ടാവുന്നു ഇന്നത്തെ ദിവസം എന്നുള്ളതാണ്. അപ്പോൾ പുതിയ ഫിനാൻഷ്യൽ അവസരങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്, അതിനെ നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഒരു 5 ഓഫ് വാൻഡ്സ് ബോട്ടം വന്നുകൊണ്ട് തന്നെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ പ്രശ്നങ്ങളും ചിന്തകളും ഒക്കെ എവിടെയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, നിങ്ങൾ ഇങ്ങനെ സ്ട്രഗിളിങ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. കാരണം നല്ല അവസരങ്ങളാണ് നിങ്ങൾക്ക് വരുന്നത്. ഫിനാൻഷ്യലി നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള സക്സസ് വരുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും പുതിയ തുടക്കമുണ്ട്, എല്ലാത്തിലൊരു തുടക്കം വരുന്നുണ്ട്. പക്ഷെ നിങ്ങളത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകണം. ഓക്കെ, ഇവിടെ ചിലരുടെ ഇടയിലാണെങ്കിൽ ചിലപ്പോൾ ഒരു നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ എന്തെങ്കിലും ഗോസിപ്പ് പറയുന്നത് കേൾക്കാനൊക്കെയുള്ള ഒരു സാധ്യതയും ഇവിടെ ഉണ്ട് കേട്ടോ. ചിലപ്പോൾ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരിൽ നിന്ന് തന്നെയായിരിക്കാം, നിങ്ങൾക്ക് അറിയുന്ന വ്യക്തികളിൽ നിന്ന് തന്നെയായിരിക്കാം, നിങ്ങളുടെ ചുറ്റിലുള്ള വ്യക്തികളിൽ നിന്ന് തന്നെയായിരിക്കാം. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ അങ്ങനെ ഒരു ഒരു എന്താണ് വിശ്വാസമില്ലായ്മ എന്ന് പറയില്ലേ, നിങ്ങൾ വിശ്വസിച്ച വ്യക്തിയിൽ നിന്നും അങ്ങനെ ഒരു ഇത് വരുമ്പോൾ നിങ്ങൾക്ക് അവരോടുള്ള ട്രസ്റ്റ് പോവുക എന്ന് പറയുന്നില്ലേ, അങ്ങനെ ഒരു കാര്യം ഉണ്ടാവാനൊക്കെയുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ട് എന്നതാണ്. ഓക്കെ, ഇവിടെ 5 ഓഫ് വാൻഡ്സ് ആണ് ബോട്ടം. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു എന്തെങ്കിലും വഴക്കോ ഇതൊക്കെ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങളുടെ ചുറ്റിലുമുള്ളവരിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള സംഘർഷങ്ങളായിരിക്കാം. അപ്പോൾ ഇന്ന് പോസിറ്റീവായിട്ടിരിക്കുക മാക്സിമം. അതുപോലെ നന്നായി മെഡിറ്റേറ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഒരിക്കലും ആ ഒരു സ്ട്രഗിൾ കൊണ്ട് നിർത്തരുത്, മുന്നോട്ടേക്ക് തന്നെ പോകണം. വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് വരിക തന്നെ ചെയ്യും. അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ കടന്നു പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഇതിനെ ഓവർകം ചെയ്യാൻ പഠിക്കണം എന്നുള്ളതാണ്. ഒരു കാർഡ് ഇതിനിടയിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ചാരിയറ്റിൻ്റെ എനർജി ഉണ്ട്, അപ്പോൾ ഗൈഡൻസ് ആയിട്ട് അത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് തന്നെയുള്ള യാത്ര തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ മാനസിക സംഘർഷം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ആ ഒരു ബ്ലെസ്സിങ്ങോടുകൂടി ഒരു മൂമെൻ്റാണ് വരുന്നത്, ഒരു യാത്ര ചിലർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഡിവൈൻ ഫെമിനൈൻ ആൻഡ് മസ്കുലിൻ എനർജി ബാലൻസ്ഡ് ആവുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതൊക്കെയാണ്. ചിലർക്ക് ഇവിടെ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് അവരുടെ ഹയർ സെൽഫിൻ്റെ ആ ഒരു അനുഗ്രഹത്തോടു കൂടി അവരുടെ പർപ്പസ് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നു. ചിലർക്ക് ഇവിടെ എല്ലാം നഷ്ടപ്പെട്ടു എന്നിടത്തുനിന്ന് വീണ്ടും ഒരു തുടക്കം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. സക്സസ്, അബണ്ടൻസ് ഒക്കെ വരുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മാനസിക സംഘർഷങ്ങൾ അവിടെ മാറ്റിവെക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അതുപോലെ നിങ്ങളുടെ ചുറ്റിലുമുള്ളവരുടെ ആ ഒരു എനർജി ഇന്നുണ്ടാകുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ഒരു മാക്സിമം ഒരു പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ ശ്രമിക്കുക. വളരെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കാതെ എന്ത് ചെയ്യുക, ഒന്ന് സൈലൻ്റ് ആവുക, എന്നിട്ട് ആലോചിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ വീണ്ടും കർമാസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഡിസഗ്രിമെൻറ്റ്സ്, അങ്ങനെ ആർഗ്യുമെൻറ്റ്സ് ഒക്കെ വരുന്ന സമയത്തൊന്ന് സൈലൻ്റായി പൗസ് ചെയ്ത് ഒരു 1 2 3 വരെ കൗണ്ട് ചെയ്ത്, ആദ്യമൊക്കെ നിങ്ങൾക്കിത് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശരിയാവും എന്നുള്ളതാണ്. ഒന്ന് സൈലൻ്റ് ആകുമ്പോൾ പിന്നീട് നിങ്ങൾക്ക് ആലോചിച്ചിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് കേട്ടോ. നോക്കാം, ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം കേട്ടോ. എന്താണ് ഏഞ്ചൽസ് ഗൈഡൻസ് തരുന്നത്? നോ. ഓക്കെ, അപ്പോൾ ചിലർ ഇവിടെ വളരെയധികം കോൺഫ്ലിക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്.
അതായത് നിങ്ങളുടെ ചുറ്റിലുള്ള പ്രശ്നങ്ങൾ മാത്രമാണ് നിങ്ങൾ ആലോചിക്കുന്നത്. ആ ഒരു എപ്പോഴും അതിനെക്കുറിച്ചുള്ള ചിന്തകളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിലും തീർച്ചയായിട്ടും അടുത്തു തന്നെ ഇതൊക്കെ നടക്കും എന്നുള്ളതാണ് ഇവിടെ ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഒരു എന്താണ് ഒരു സ്റ്റക്നെസ് ഉള്ള ഒരു അവസ്ഥയായിരിക്കും. പക്ഷേ തീർച്ചയായിട്ടും അടുത്ത് തന്നെ നിങ്ങളുടെ ചുറ്റിലുമുള്ള പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് കേട്ടോ ഇവിടെ പറയുന്നത്. കോംപ്രമൈസ്. ഓക്കെ, അപ്പോൾ ചിലരോട് ഇവിടെ കോംപ്രമൈസ് ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു കോംപ്രമൈസ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ബാലൻസ് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ഇൻബാലൻസ് വരും എന്നുള്ളതാണ്. ഏകദേശം ഈ ഒരു 2 ഓഫ് പെന്റക്കിൾസിൻ്റെ അതേ ഒരു എനർജി പോലെ വരുന്നതാണ്. ആ ബാലൻസ് കൊണ്ടുവരേണ്ട സമയമാണ് എന്നുള്ളത് കേട്ടോ. ചൂസ് എ ന്യൂ ഡയറക്ഷൻ. ഒരു പുതിയൊരു ഡയറക്ഷൻ തിരഞ്ഞെടുക്കാൻ നിങ്ങളോട് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ പുതിയൊരു ഡയറക്ഷനിലേക്ക് പോകണം. ഇപ്പോൾ പോകുന്നതിൽ നിന്നും മാറിയിട്ട് പുതിയ ഡയറക്ഷനിലേക്ക് പോകണം എന്നുള്ളതാണ്. വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് ചിലരോട്. ചിലർക്ക് ഇവിടെ ഒരു വെയിറ്റിംഗ് എനർജി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ടുള്ള നല്ലൊരു സമയം നിങ്ങളിലേക്ക് വരും. നോ നീഡ് ടു വെറി ആണ്. നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയം അടുത്ത് തന്നെ വരും. ഇപ്പോൾ ഒരു വെയിറ്റിംഗ് എനർജിയാണ് എന്നുള്ളതാണ് കേട്ടോ. ഇന്ന് രാമായണ മാസം ആരംഭമാണ്. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ. നല്ല രീതിയിൽ എല്ലാവർക്കും അത് പാരായണം ചെയ്യാൻ വേണ്ടി പറ്റട്ടെ. വെഡ്ഡിങ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ചിലർക്ക് ഒരു വെഡ്ഡിങ്ങിൻ്റെ എനർജിയാണ്. ഇവിടെ ഒരു മാരേജ് പ്രപ്പോസൽ നിങ്ങൾക്ക് വരുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലരുടേതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള നിങ്ങളുടെ മക്കളുടേതോ ഒക്കെ ഉള്ളൊരു എനർജി ആയിരിക്കാനുള്ളൊരു സാധ്യത ഇവിടെ ഉണ്ട്. വെഡ്ഡിങ് എനർജി, ന്യൂ ലവ്, ഒരു പുതിയൊരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് കേട്ടോ. പേജ് ഓഫ് കപ്പിൻ്റെ എനർജി തന്നെയാണ്. ലെറ്റ് ഗോ ഓഫ് കൺട്രോൾ ഇഷ്യൂസ്. ഓക്കെ, ചിലരോട് നിങ്ങളിങ്ങനെ കൂടുതൽ കൺട്രോൾഡ് ആവുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നാച്ചുറലി ഈ ഒരു സിറ്റുവേഷൻ അൺഫോൾഡ് ആയിട്ട് വരട്ടെ എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ചിലതിനൊക്കെ നിങ്ങൾ ഇനിയും അത് എന്നിൽ നിന്ന് വിട്ടു പോകേണ്ടത് എന്ന് വിചാരിച്ച് ഇങ്ങനെ ഒതുക്കി പിടിച്ചിട്ടുണ്ട്, ഒരു ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്തിട്ട്. അപ്പോൾ അത് വേണ്ട. നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക, അതിനങ്ങ് അതിൻ്റെ വഴിക്ക് വിടൂ എന്നുള്ളതാണ്. നിങ്ങൾ അവരെ കൺട്രോൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഇതിനെ കൺട്രോൾ ചെയ്യുമ്പോൾ നിങ്ങളും അവിടെ ബ്ലോക്ക്ഡ് ആവുകയാണ് എന്നുള്ളതാണ് കേട്ടോ. ഫിനാൻസസ് ആൻഡ് കരിയർ. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂസ് നിങ്ങളുടെ ആ ഒരു ലവ് ലൈഫിൽ ബാധിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. ഈ ഒരു സമയത്ത് കരിയറിൻ്റെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻസിൻ്റെ പ്രശ്നമായിരിക്കാം നിങ്ങളെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ 4 ഓഫ് കപ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടാവും, നിങ്ങൾ തമ്മിൽ കോൺടാക്റ്റ് ഉണ്ടാവില്ല. അതൊക്കെ ഈ ഒരു കാരണങ്ങളെ കൊണ്ട് ആയിരിക്കും എന്നുള്ളതാണ്. ചിലപ്പോൾ ആ ഒരു വ്യക്തി കരിയർ ഇപ്പോൾ പ്രശ്നമായതുകൊണ്ട് തന്നെ കരിയറിലേക്ക് ഫോക്കസ്ഡ് ആവുന്നു, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂ കൊണ്ടായിരിക്കാം മാറി നിൽക്കുന്നത് എന്നുള്ളതാണ്. ട്രസ്റ്റ് ദി സിറ്റുവേഷൻ ഈസ് കോളിംഗ് ഫോർ യു ടു ഹാവ് ഫെയ്ത്ത്. അപ്പോൾ നിങ്ങളോട് ട്രസ്റ്റ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെ വിശ്വസിക്കുക. അതുപോലെ തന്നെ ഈ ഒരു പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ പാർട്ട്ണറെ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക, ഒന്ന് വെയിറ്റ് ചെയ്യുക. സമയമാകുമ്പോൾ ശരിയാവും എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതിലുള്ള എല്ലാ പോസിറ്റീവ്സും നിങ്ങളിലേക്ക് എത്തട്ടെ. അതുപോലെ തന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇത് ചെയ്യുക. നിങ്ങളുമായിട്ട് ഈ ഒരു റീഡിംഗ് റെസൊനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നല്ല റീഡിംഗുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.